മരുതോങ്കര ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ലോകത്തിലുള്ള എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ളതായിരുന്നു. അതോടൊപ്പം അനേകം ശുശ്രൂഷകരെ ദൈവിക ശുശ്രൂഷയ്ക്കായി കൂട്ടിക്കൊണ്ട് വരണമെന്നുള്ളതായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഈ 8ാമത് ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ അതതിൻ്റെ പരിപൂർണതയിലെത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പങ്കെടുത്ത അനേകർക്ക് കിട്ടിയ ദൈവ അനുഗ്രഹങ്ങളും ദൈവ അനുഭവങ്ങളും ആണ് അവരെ ശുശ്രൂഷയിലേക്ക് നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ കൺവെൻഷൻ ഓരോ വർഷവും നടക്കുമ്പോൾ അനേകം ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് ഈ വേലയ്ക്കായി കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ദിവ്യമായ അനുഭവവും ഞങ്ങൾക്ക് ഈ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയിൽ പോയി ഒരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ചേച്ചിക്ക് വയറിനെല്ലാം വലിയ വേദന, വലിയ അസ്വസ്ഥത. വയറിൻ്റെ വേദനയേക്കാൾ ചേച്ചി അസ്വസ്ഥപ്പെടുത്തുന്നത് മരണഭയമാണ്. എന്തോ മാരകമായ രോഗമാണെന്നുള്ള ഒരു ചിന്തയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, മരിക്കാൻ പേടിയുണ്ടോയെന്ന് ചോദിച്ചു. കൈ രണ്ടും അങ്ങ് പൊത്തി. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതാണ്, ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അച്ഛാ, എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരാ ഉള്ളത്? 3 മക്കളുള്ള ഒരമ്മയുടെ ന്യായമായ ചോദ്യമാണ്. ആരാ ഉള്ളത്? ബഥാനിയായിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചിനെ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. കുഞ്ഞിനെയും കൊണ്ട് വന്ന അപ്പനും അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചു. സംസാരത്തിൽ എനിക്ക് മനസ്സിലായി അപ്പനും അമ്മയല്ലത്. ഇവന് 2 വയസ്സുള്ളപ്പോൾ അപ്പനും അമ്മയും ഒരു ബൈക്കിൽ യാത്ര ചെയ്യുമായിരുന്നു. ഇവനെ ഇരുത്തിയിട്ട് ബൈക്ക് ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഒന്ന് സ്ലിപ്പായിപ്പോയി. അപ്പനും അമ്മയും തെറിച്ച് റോഡിൻ്റെ പുറത്തേക്ക് പോയി തലയടിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ, അപ്പൻ അവിടെ വെച്ച് തന്നെ മരിച്ചു, അമ്മ 3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. കുഞ്ഞിനൊന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. ഈ കുഞ്ഞിന് ആരാ ഉള്ളത്? പ്രിയപ്പെട്ടവരെ? ആരാ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കാർക്കും ആരുമില്ല. ഞാൻ മേരിക്കുന്ന ആശുപത്രിയിൽ പനി പിടിച്ച് കിടക്കുമായിരുന്നു ഒരു വർഷം മുമ്പ്. അപ്പോൾ ഞാൻ തന്നെയാണ് അവിടെ കിടക്കുന്നത്. വിയാനി ഹോം നിങ്ങൾക്കറിയാമല്ലോ, അവിടെ അച്ഛന്മാരൊക്കെ വന്ന് ചെന്ന് കഴിഞ്ഞാൽ. അപ്പം ഞാനവിടെ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ് മരുന്നൊക്കെ കഴിച്ച്. അപ്പോൾ ഒരു ചേടത്തി എവിടെയോ ആരെയോ അന്വേഷിച്ച് വന്നതാണ്. അച്ഛൻ അവിടെ കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ കാണാനായിട്ട് വന്നു. അച്ഛാ, എന്നാ പറ്റി? ഞാൻ പറഞ്ഞു, പനിയാണ്, മരുന്ന് കുറഞ്ഞിട്ടുണ്ട്. ചേടത്തി കുറച്ചു നേരം അവിടെ നിന്നിട്ട് പറഞ്ഞു, ഈ അച്ഛന്മാരുടെ കാര്യം ഇതാണ്, ഇങ്ങനെയാണ്, ഒരു കുഴപ്പമുണ്ട്. ഞാൻ എന്താ പറ്റി? പനി വരുന്ന കുഴപ്പമാണോ? എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ നിൽക്കാൻ ആരുമില്ല. അതാ ചേട്ടത്തി, കൂട്ടത്തിൽ നിൽക്കാൻ ആരുമില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം കൊണ്ട് തരുന്നുണ്ട്, സമയാസമയങ്ങളിൽ അവർ ഇഞ്ചക്ഷൻ തരുന്നുണ്ട്, മരുന്ന് തരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചേട്ടത്തി പണ്ട് എവിടെയോ വെച്ച് കണ്ടു പരിചയമുള്ള ചേട്ടത്തിയാണ്. ഞാൻ സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ചേച്ചി തിരിച്ചുപോയി. 1 മാസം ഞാൻ ചോദിച്ചു, ചേച്ചിക്കാരാ ഉള്ളത്? ചേട്ടത്തിക്കാരാ ഉള്ളത്? എൻ്റെ അച്ഛാ, എനിക്കെന്നല്ല, ഞങ്ങൾക്കൊക്കെ ആകുമ്പോൾ പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ കെട്ടിയവനുണ്ട് നോക്കാൻ, അല്ല പിന്നെ മക്കളുണ്ട്, ആരെങ്കിലുമൊക്കെ ഉണ്ട്. അച്ഛന്മാരുടെ കാര്യം ഇതാണോ? ആരാ ഉള്ളത്? ഇപ്പൊക്കെ തന്നെ കണ്ടില്ലേ കിടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ, ചേച്ചി എന്താണോ പറയുന്നത്, ഇങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ കിടന്നു. 1 മാസം കഴിഞ്ഞപ്പം ചേച്ചി PMOC വന്നു.
ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛന് മാത്രമല്ല ആർക്കും ആരും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അച്ഛനെ കണ്ട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടത്തിയുടെ ഭർത്താവ് മരിച്ചുപോയി. ഹാർട്ട് അറ്റാക്ക് വന്ന് നല്ല പയറുമണി പോലെ നടന്നിരുന്ന ചേട്ടനാ. ഒരു കുഴപ്പമില്ലായിരുന്നു, മരിച്ചുപോയി. ചേട്ടത്തി എന്നോട് പറയും, അച്ഛാ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ജീവിത പങ്കാളിയെങ്കിലും ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അത് എനിക്ക് നേരത്തെ മനസ്സിലായത്. എനിക്കത് നേരത്തെ മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വിചാരമുണ്ട്, നമുക്കാരൊക്കെയോ ഈ ലോകത്തിലുണ്ടെന്ന്. ആരുമില്ല. നമുക്കാകപ്പാടെ ഈ ലോകത്തിൽ ആശ്രയിക്കാൻ ഉള്ളത് സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം നമ്മൾ മറക്കാൻ പാടില്ല. ദൈവത്തെ, ഒരു പാട്ടുണ്ടല്ലോ, ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓർക്കേണ്ട ഇത്, നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്ക് ജോലിയുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് മക്കളുണ്ട്, എല്ലാം ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പലപ്പോഴും നമുക്കുള്ളതിൽ ആശ്രയിക്കുന്നു, തന്നവനിൽ ആശ്രയിക്കുന്നില്ല. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം കർത്താവ് നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, നിനക്ക് എന്ത് മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എന്താ ഉള്ളതെന്ന്? ദാനമായി ലഭിച്ചതല്ലാതെ നിന്റെ കയ്യിൽ എന്തുണ്ട്? ആലോചിച്ച് നോക്കി, എന്താ ഉള്ളത് ദൈവം തരാത്തതായിട്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? എന്ത് മഹാത്മ്യ നിനക്കുള്ളത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. പകുതി വിശ്വാസം കൊടുക്കാൻ പാടില്ല, പകുതിയാക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ദൈവം ആരാണെന്ന് നമുക്കറിയാം. ദൈവം ആരാണെന്നറിഞ്ഞിട്ടും ദൈവത്തിന് വേണ്ട മഹത്വം കൊടുത്തിട്ടില്ലെങ്കിൽ വന്നു ഭവിക്കാവുന്ന കുറെ ദുരന്തങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. റോമാക്കാർക്ക് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ എന്താണെന്നറിയാവോ? അത് ദൈവത്തെ അറിയാനുള്ള എല്ലാ വഴികളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മനുഷ്യരുടെ തിന്മ, മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം, ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒഴികഴിവില്ല. ദൈവം ആരാണെന്ന് നമുക്കറിയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിരീശ്വരവാദികൾ പറഞ്ഞാലും ശരി, അന്ധവിശ്വാസമുള്ളവർ പറഞ്ഞാലും ശരി, ദൈവം ഇല്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും ശരി, ദൈവം ഉണ്ടെന്നുള്ളത് സൃഷ്ടിയുടെ ആരംഭം മുതൽ നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കും. ദൈവമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാൻ ഓർക്കും, ഒരിക്കലും ഒരു പയ്യൻ, അവന് പള്ളി കയറി, അവൻ ആകെപ്പാടെ 32 വയസ്സേ ഉള്ളൂ. പള്ളി കയറിയിട്ട് 18 വർഷമായി. നോർത്ത് നോക്കി, 32 വയസ്സേ ആകെ ഉള്ളൂ. പള്ളി കയറിയിട്ട് 18 വർഷമായി. ഇപ്പം എത്ര കാലം അവൻ പള്ളിയിൽ പോയിട്ടുണ്ട്? ഒരു വിശ്വാസമില്ലാതെ ജീവിക്കുക. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നീ പള്ളിയിലൊന്നും പോകാത്ത? എന്താ കുട്ടാ, എന്ത് പറ്റി നിനക്ക്? നീ അത്രയും പ്രായമല്ലേ ആയുള്ളൂ. കല്യാണം കഴിച്ചൊരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്കനാണ്, പക്ഷേ അവൻ ക്രിസ്ത്യാനിയാണ്. അവൻ കല്യാണമൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗതാശികമായിട്ടൊന്നും ആശീർവദിച്ചിട്ടില്ല. ഒരു കൊച്ചുണ്ട്. ഞാൻ ചോദിച്ചത് എന്താ പറ്റിയത്? നല്ലൊരു ജോലി എല്ലാം നൽകി, നല്ല ആരോഗ്യം, നല്ല പയ്യൻ, പക്ഷെ അവൻ ഇങ്ങനെ വഴി വിട്ടും വഴി തെറ്റിയും നടക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസം എന്ന് പറയുന്നത് വരുന്നില്ല, വിശ്വാസം ഇല്ല, അങ്ങനെ വന്നു പോയതാണ്. പിന്നെ എന്തിനാ നീ ഇപ്പം? അവനൊരു ധ്യാനത്തിനായിട്ട് വന്നതാണ്.
നീ എന്താ ഇപ്പോൾ വരാൻ കാരണം? അവനെ വിളിച്ച് കണ്ടു, സംസാരിച്ചു. അപ്പം അവൻ പറഞ്ഞു, അവന് ഒരു ചിന്തയുണ്ടായി. അതായത് അവന് ഒരസുഖം പിടിപെട്ടു ഈ അടുത്ത കാലത്ത്. ഈ മൂക്കിൻ്റെ പാലത്തിന് എന്തോ കുഴപ്പം വന്നു. എന്ത് കുഴപ്പമെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും മൂക്കിൻ്റെ പാലവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നമാണ് അവനുണ്ടായി. അവൻ ആശുപത്രി കിടന്നു. ഈ ആശുപത്രിയിൽ കിടന്ന അവസരത്തിൽ അവൻ ഒരു കാര്യം മനസ്സിലായി. അവന് തനിയെ ഒന്നും ചെയ്യാൻ ഒരു നിസ്സാരമായ വലിയ പ്രശ്നമുള്ള രോഗമൊന്നുമല്ല. ആ പാലം ഒന്ന് നേരെയാക്കിയെന്ന് എന്തൊക്കെയോ ഉള്ളൊരു പ്രശ്നമുള്ളൂ. മൂക്കി കൂടെ എന്തോ ഒരു കമ്പൊക്കെ ഇട്ട് നേരെയാക്കി ഇങ്ങടെ വെച്ചിട്ടുണ്ട്. അവൻ പറയുക, അച്ഛാ, എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തനിയെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ലെന്ന് ഈ നിസ്സാരമായ രോഗത്തിലൂടെ എനിക്ക് വെളിപ്പെടുത്തി കിട്ടി. ദൈവം തന്നു. അതുകൊണ്ട് ഇനി ദൈവത്തെ മറന്ന് ജീവിച്ചതിനെ ഓർത്ത് ഞാൻ അനുദപിച്ച് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ച് വന്നതാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തെ മറന്ന് ഇനി ജീവിക്കാൻ എന്നെ ദൈവമേ അനുവദിക്കരുത് എന്ന് അച്ഛൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ശരിയല്ലേ? ആർക്കാ അറിയത്തില്ലാത്തത് ദൈവമുണ്ടെന്നുള്ള കാര്യം? ആർക്കാ അറിയത്തില്ലാത്തത്? ഏത് നിരീശ്വരവാദി പറഞ്ഞാലും ദൈവം ഉണ്ടെന്നുള്ളത് വാസ്തവമല്ലേ? സൃഷ്ടപ്രപഞ്ചം, ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി സൃഷ്ടജാലങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ല. ദൈവത്തെ മറന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യർക്കും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി എന്ന് മാത്രമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഒരു പോരായ്മയായി കരുതി. ഹല്ലേലൂയ! എല്ലാവരും പറഞ്ഞു ഹല്ലേലൂയ! ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോരായ്മയായി കരുതി. പ്രിയപ്പെട്ടവർ, നമ്മളിവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത് എന്തിനാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ, നമ്മൾ ദൈവത്തെ ഒരുമിച്ച് ചേർന്ന് സ്തുതിക്കുമ്പോൾ, when we praise Jesus, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, we are not asking anything. നമ്മളൊന്നും ചോദിക്കുന്നില്ല, നമ്മളൊന്നും ആവശ്യപ്പെടുന്നുമില്ല. മറിച്ച് ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ജസ്റ്റ് ഗ്ലോറിഫൈയിങ് ഗാഡ്. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ചൊരിയും. അതുകൊണ്ട് ഈ കൺവെൻഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്നതാ? നമ്മുടെ സമയവും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ അനുദിനമുള്ള ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിലും അനുദിനമുള്ള ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തി ദൈവത്തിന് മഹത്വം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരുമിച്ച് കൂടലാണിത്. ഇതൊരു ദൈവികമായ ആഹ്വാനമുണ്ട് ഇതിൻ്റെ അകത്ത്. എന്തു പറഞ്ഞാലും ശരി, ദൈവികമായ ഒരാഹ്വാനമുണ്ട് പലരിലൂടെ. ഇവിടുത്തെ വികാരിച്ചനിലൂടെ, ഇവിടുത്തെ ഈ കൺവെൻഷൻ്റെ ശുശ്രൂഷകരിലൂടെ ഒരു ദൈവികമായ വലിയൊരു ആഹ്വാനമുണ്ട്. ഈ ആഹ്വാനം ചെവിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് അനുഗ്രഹിക്കും. അനുഗ്രഹിക്കാതിരിക്കുകയില്ല, അനുഗ്രഹിക്കും. ഇനി ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോരായ്മയായി കരുതാന്ന് വിചാരിക്കുക. എവിടെ പോയി? കൺവെൻഷന് പോയി. അങ്ങനെ വിചാരിക്കാന്ന് വിചാരിക്കുക. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാന്ന് വിചാരിക്കുക. അല്ലെ വചന ശുശ്രൂഷയ്ക്കായി പോയി, കുർബാനയ്ക്കായിട്ട് പോയി, അല്ലെ കുടുംബ കൂട്ടായ്മയ്ക്ക് പോയി. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ വളരെ ലാഘവ ബുദ്ധിയോടെ ഈ ശുശ്രൂഷകളെ കാണുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് കർത്താവ് പറയുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. പോരായ്മയായി കരുതിയത് കൊണ്ട് അധമ വികാരത്തിന് അവർ അടിമകളായി. അധമ വികാരത്തിന് അടിമകളായി. വീണ്ടും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. വചനത്തോട് താല്പര്യമില്ലാത്ത അവസ്ഥ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ താല്പര്യമില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള വ്യക്തികൾ
അനുചിത പ്രവർത്തികൾക്ക്. അനുചിത പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ചിതമല്ലാത്ത പ്രവർത്തികൾ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ, അതിനും അനുചിത പ്രവർത്തികൾക്കും അതോടൊപ്പം തന്നെ അധമവികാരങ്ങൾക്കും അടിപ്പെട്ട് ജീവിക്കുന്നവരാകുമെന്ന് വചനം മുന്നറിയിപ്പ് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവഹിതത്തിന് വിധേയപ്പെടാത്ത പ്രവർത്തികളും ചിന്തകളും വികാരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് കർത്താവിയുടെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതെന്താണെന്ന് കൃത്യം പറയുന്നുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട, നമുക്കറിയാം വചനത്തിലൂടെ ദൈവമാണ് നമ്മൾ സംസാരിക്കുന്നത്, കൊടുക്കേണ്ട ആ പ്രാധാന്യവും മഹത്വവും കൊടുക്കാതെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും നിറഞ്ഞവരാകും. അടുത്തത് അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. തൽക്കാലത്തേക്ക് ഒരു പരദ്രോഹ പ്രവൃത്തിയല്ല, അതായത് വഞ്ചന, അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും അതേ ചിന്ത. ദൈവത്തെ മറക്കുന്നവരുടെ കാര്യമായി പറയുന്നു, വചനത്തെ മറക്കുന്നവരുടെ കാര്യമായി പറയുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാത്തപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവർ ആര്? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാത്തവർ പരദൂഷകരായി മാറും. അടുത്തത് ദൈവനിന്ദകരായി മാറും. അടുത്തത് ധിക്കാരികളായിരിക്കും, ഗർവിഷ്ഠരായിരിക്കും, പൊങ്ങച്ചക്കാരായിരിക്കും. പൊങ്ങച്ചെന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളതിനെ ഇല്ലാത്തതിനെ ഉള്ളതാക്കി ചിത്രീകരിക്കും. എല്ലാ തരത്തിലും പൊങ്ങച്ചക്കാരായി മാറും. തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീരുന്നു. പ്രിയപ്പെട്ടവർ, ഈ വചനം വായിച്ചിട്ട് പലപ്പോഴും ഞാൻ പലരുടെയും സംസാര രീതികൾ, അത് മാധ്യമങ്ങളിലൂടെ ആയിക്കൊള്ളട്ടെ, എവിടെയായി പ്രവർത്തികൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു? ദൈവമില്ല എന്ന് പരസ്യമായി ഏറ്റുപറയുന്നവരുടെ ജീവിതത്തിൽ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരദ്രോഹം, കലഹം കാണുന്നില്ലേ? മാതാപിതാക്കളെ അനുസരിക്കാത്തവര്, കൊലപാതകം, ഏഷണി, വഞ്ചന, പരദ്രോഹം നമുക്ക് കാണുന്നതല്ലേ? നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നതല്ലേ? ദൈവമില്ല എന്ന് പരസ്യമായി ഏറ്റുപറയുന്നവരുടെയും രഹസ്യമായി സൂക്ഷിക്കുന്നവരുടെയും ജീവിതത്തിൽ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാത്തരം അനീതി, ദുഷ്ടത, വഞ്ചന, കലഹം ഇവയിലെല്ലാവർ മുഴുകി ജീവിക്കും, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തപ്പോൾ. എന്നിട്ടോ ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്നറിഞ്ഞിട്ടും, എന്ന ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവരെന്ത് ചെയ്യുന്നു? അവർ അങ്ങനെ തന്നെ ചെയ്യുന്നു. അത് മാത്രമായിരുന്നേ പോട്ടെ, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സഭയെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, വിശുദ്ധരുടെ സമൂഹമാണ്. കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും കൃത്യമായി പാലിച്ച് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തെ മറന്ന് ജീവിക്കേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും. ദൈവത്തെ മറന്ന് ജീവിക്കാൻ പാടില്ല. ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മറക്കരുതാത്ത കാര്യം, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന,
നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന.